ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികൾ നല്ല മനുഷ്യരായി വളരാൻ ക്ലാസിന് പുറത്തുള്ള അനുഭവജ്ഞാനങ്ങൾ കൂടി അനിവാര്യമെന്ന് മന്ത്രി സജി ചെറിയാൻ. കേരളത്തിൽ അക്യൂപങ്ചർ കൗൺസിൽ നടപ്പാക്കുന്നത് ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് അഹമ്മദ് ദേവർകോവിൽ MLA. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ UA ഖാദറിന്റെ 4ാം ചരമവാർഷികാചരണ പരിപാടികൾ ഡിസംബർ 12 കോഴിക്കോട്ട്. അമിതമായ വിദേശ പഠനത്തോടുള്ള ഭ്രമം കേരളത്തിലെ സർവകലാശാലകളെ തളർത്തുമെന്ന് സാഹിത്യകാരൻ ഗോപി പുതുക്കോട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. വിദ്യാർത്ഥികൾ നല്ല മനുഷ്യരായി വളരാൻ ക്ലാസ് മുറികൾക്കുള്ളിലെ അറിവുകൾക്കൊപ്പം ക്ലാസിന് പുറത്തുള്ള അനുഭവങ്ങൾ കൂടി അനിവാര്യമാണെന്ന് മന്ത്രി സജി ചെറിയാൻ. സ്കൂൾ ആർട്ട് ഗാലറി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിന്ന് മാതൃകാ സ്കൂളുകളിൽ ഒന്നായി മാറിയ കാരപ്പറമ്പ് സ്കൂളിനെ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് തിരഞ്ഞെടുത്തത് സംസ്ഥാന സർക്കാർ പൊതുവിദ്യാലയങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ്. വിദ്യാർത്ഥികളെ ശാസ്ത്ര കുതുകികളും ചരിത്ര സാംസ്കാരിക ബോധമുള്ളവരാക്കി മാറ്റുന്നതിലൂടെ നല്ല മനുഷ്യരാക്കി വളർത്തിയെടുക്കുക വളരെ പ്രധാനമാണ്. കോഴിക്കോടിന്റെ സാംസ്കാരിക ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന ആർട്ട് ഗാലറി ഇക്കാര്യത്തിൽ അവരെ സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് അധ്യക്ഷനായിരുന്നു. മേയർ ബീന ഫിലിപ്പ്, എ പ്രദീപ് കുമാർ, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ സി രേഖ, വാർഡ് കൗൺസിലർ N ശിവപ്രസാദ്, ഹയർ സെക്കൻഡറി മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ M സന്തോഷ് കുമാർ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ മനോജ് മണിയൂർ, പ്രിൻസിപ്പൽ KP മനോജ്, പ്രധാനാധ്യാപിക M ദീപാഞ്ജലി, ലളിതകലാ അക്കാദമി സെക്രട്ടറി N ബാലമുരളി കൃഷ്ണൻ, അക്കാദമി നിർവാഹക സമിതി അംഗം ലേഖ നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആർക്കിടെക്ട് ബ്രിജേഷ് ഷൈജനെ ആദരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചിത്രകലാ ക്യാമ്പ് നടത്തി. വിദ്യാർത്ഥികൾക്കുള്ള കലാപരിശീലന പദ്ധതിയുടെ ഭാഗമായി ദിശ കലാപരിശീലന ക്ലാസും സംഘടിപ്പിച്ചു. അജയൻ കാരാടി, ലിസി ഉണ്ണി, മുക്താർ ഉദരംപുരി, പ്രവീൺ ചന്ദ്രൻ മൂടാടി, സി ശാന്ത, സുചിത്ര ഉല്ലാസ്, സുധാകരൻ എടക്കണ്ടി, K സുധീഷ്, തോലിൽ സുരേഷ്, വിജയരാഘവൻ പനങ്ങാട് എന്നീ ചിത്രകാരന്മാർ ക്യാമ്പിന് നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾക്ക് കല, സാഹിത്യം, ചരിത്രം, സാംസ്കാരികം, രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ അറിവുകൾ പകർന്നു നൽകുന്ന സ്ഥിരം പ്രദർശനം ഇവിടെയുണ്ടാകും. ജില്ലയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും കലാസൃഷ്ടി പ്രദർശിപ്പിക്കുന്നതിനും ഗാലറിയിൽ സൗകര്യമൊരുക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിൽ അക്യൂപങ്ചർ കൗൺസിലിംഗ് നടപ്പാക്കുന്നത് ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് അഹമ്മദ് ദേവർകോവിൽ MLA. അക്യൂപങ്ചർ ജോയിന്റ് കൗൺസിൽ 2ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കേരളത്തിൽ അക്യൂപങ്ചർ കൗൺസിൽ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് നടപടികൾ വേഗത്തിലാക്കുന്നതിന് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ MLA പ്രസ്താവിച്ചു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇത്തരം ചികിത്സകളെ പ്രോത്സാഹിപ്പിക്കാൻ മുമ്പോട്ട് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. അക്യുപങ്ചർ ജോയിന്റ് കൗൺസിൽ 2ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം MLA നിർവഹിച്ചു. AJC പ്രസിഡന്റ് ഉമ്മർ ഗുരുക്കൽ കോട്ടയ്ക്കൽ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് ജോമോൻ എറണാകുളം, ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ, യൂസഫ് ഫാറൂഖി, റഫീഖ് വെന്നിയൂർ, ഷാജി കൊടുങ്ങല്ലൂർ, സറീന ജാസ്മിൻ എറണാകുളം, ആൽബർട്ട് ആലപ്പുഴ, കേശവദേവ് പാലക്കാട്, KMA സഹാബ് പൂക്കോട്ടും പാടം എന്നിവർ പ്രസംഗിച്ചു. Homeopathy, Siddha, Unani system of medicine or any other system of medicine recognized by the government. അങ്ങനെ നോക്കുമ്പോൾ അക്യുപങ്ചർ എന്ന് പറയുന്ന ഈ തെറാപ്പി
ഈ ഒരു നിയമത്തിന് കീഴിൽ വരുന്നില്ല. എന്നിരുന്നാൽ പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ നിയമം അനുസരിച്ചിട്ടാണ് നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നത്. സെക്ഷൻ 26 ഇതിന്റെ പെനാൽറ്റിനെ പറ്റി പറയുന്നത്. സെക്ഷൻ 27 പറയുന്നത് പെനാൽറ്റി ഫോർ നോൺ രജിസ്ട്രേഷൻ. നേരത്തെ പറഞ്ഞ ഈ നിയമത്തിൽ പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് കേസെടുക്കാൻ സാധിക്കില്ല. റൈറ്റിംഗിൽ അല്ലെങ്കിൽ സ്പെസിഫിക് ഫോം ഉണ്ട്. ആ ഫോമിൽ ലെറ്ററുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസെടുക്കാൻ സാധിക്കുള്ളൂ. കേസെടുക്കുമ്പോൾ അതിന് സമയപരിധിയുണ്ട്. നിങ്ങളുടെ ഒബ്ജക്ഷൻ കേട്ട് നിങ്ങളുടെ വാദം കേട്ട് നിങ്ങൾ അതിൽ തെറ്റാണ് രേഖപ്പെടുത്തിയെങ്കിൽ അവർക്ക് പെനാൽറ്റി ചുമത്താം. പെനാൽറ്റി ചുമത്തിയാൽ പോലും നിങ്ങൾക്ക് അതിനെതിരെ അപ്പീൽ കൊടുക്കാൻ 45 ഡേയ്സിന് സമയമുണ്ട്. ഒരു സ്ഥലത്ത് പോലും ഇംപ്രസ്മെന്റിനെ പറ്റി ഒന്നും പറയുന്നില്ല, ഫൈൻ മാത്രമേ പറയുന്നുള്ളൂ. സെക്രട്ടറി മൻസൂർ സ്വാഗതവും മുഹമ്മദ് അലി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിൽ 1200 പ്രതിനിധികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ UA ഖാദറിന്റെ 4ാം ചരമവാർഷികം ഖാദർ പെരുമ എന്ന പേരിൽ ഡിസംബർ 12 ടാഗോർ ഹാളിൽ സംഘടിപ്പിക്കും. ഉദ്ഘാടനം സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ നിർവഹിക്കും. പുരാവൃത്തവും ക്ഷേത്ര സംസ്കൃതിയും നിറഞ്ഞ മലബാറിന്റെ സ്വത്വ പരിസരങ്ങൾ സാഹിത്യത്തിലെ സാന്നിധ്യമായി മാറുന്നതും ഭാഷയുടെ സൗന്ദര്യമുഖമാകുന്നതും UA ഖാദർ എന്ന എഴുത്തുകാരന്റെ വരവോടെയാണ്. വാമൊഴി പാരമ്പര്യങ്ങളിലും തലമുറകളുടെ പൈതൃക കഥനങ്ങളിലും മാത്രം നിഴലിട്ടു നിന്ന നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന തൃക്കോട്ടൂരിന്റെ ഭാഷ സംസ്കാര വ്യവഹാരങ്ങളെ UA ഖാദർ അനശ്വരമാക്കി മാറ്റി. UA ഖാദറിന്റെ 4ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കാനും ആ രചനാലോകത്തെ വ്യത്യസ്ത തലങ്ങളിൽ വിലയിരുത്താനുമായി ഡിസംബർ 12 ടാഗോർ ഹാളിൽ ഖാദർ പെരുമ എന്ന പരിപാടി സംഘടിപ്പിക്കും. അത് വെറുതെ പറഞ്ഞു വെക്കല് മാത്രമല്ല, കീഴാള സംസ്കാരം, കീഴാള ജനതയുടെ ജീവിതത്തിലെ പ്രതിരോധം, അതൊക്കെ വളരെ ഭംഗിയായിട്ട് ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ നമുക്ക് കാണാം. പുരാവൃത്ത സാന്നിധ്യം മലയാള സാഹിത്യത്തിൽ എന്ന വിഷയത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ UA ഖാദറിന്റെ രചനകളെക്കുറിച്ച് ചർച്ചകൾ നടക്കും. പരിപാടി എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം M. മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഖദീജ മുന്താസ്, ഐസക് ഈപ്പൻ, NM സണ്ണി, K. സുബൈർ, UA ഫിറോസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അമിതമായ വിദേശ പഠനത്തോടുള്ള ഭ്രമം കേരളത്തിലെ സർവകലാശാലകളെ തളർത്തുമെന്ന് സാഹിത്യകാരൻ ഗോപി പുതുക്കോട്. ബേപ്പൂർ HSSൽ ഇറ്റലിന്റെ സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉപരിപഠനം കാനഡയിൽ എന്ന പുതുതലമുറയുടെ ചിന്താഗതിയിൽ കേരളത്തിലെ സർവകലാശാലകൾ പുനരാലോചന നടത്തണമെന്ന് സാഹിത്യകാരൻ ഗോപി പുതുക്കോട് അഭിപ്രായപ്പെട്ടു. ഡിഗ്രിക്കും PGക്കും ആയിരക്കണക്കിന് സീറ്റുകൾ കേരളത്തിലെ സർവകലാശാലകളിൽ ഒഴിഞ്ഞുകിടക്കുമ്പോഴും കേരളം വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് കുതിക്കുന്നത് അത്ഭുതകരമായ പ്രതിഭാസമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1982 ബാച്ചിലെ കൂട്ടായ്മയായ ഇതളിന്റെ സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഇതിന്റെ ആകർഷകത്വം എനിക്ക് ബോധ്യമായി. നല്ലൊരു ഹോളാണ്. അപ്പോൾ ഒരു ബാച്ച്, എത്രയോ ബാച്ചുകൾ ഇവിടെ പഠിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് മുൻപ് പഠിച്ചു പോയിട്ടുണ്ട്, നിങ്ങൾക്ക് ശേഷം പഠിച്ചു പോയിട്ടുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ? അവർക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത വലിയൊരു കാര്യം സ്ഥാപനത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു വലിയൊരു സുഹൃതമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം അപൂർവമായ സന്ദർഭങ്ങളെ കിട്ടും. നല്ല കാര്യം ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനെ ചെയ്യാൻ പലപ്പോഴും കഴിയാല്ല. നമ്മൾ നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ, ഓട്ടപ്പാച്ചിലിനിടയിൽ നല്ല കാര്യം ഏതാണെന്ന് നോക്കി അത് ചെയ്യാൻ ഓടിപ്പാഞ്ഞ് നടക്കാൻ നമുക്ക് സമയം കിട്ടില്ല, സാവകാശം കിട്ടില്ല. ഇതൊക്കെ യാദൃശ്ചികമായിട്ട് വന്ന് വീഴുന്നതാണ്. ഇതൾ പ്രസിഡന്റ് P. ശശികുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രദീപ് എടത്തൊടി ആമുഖ പ്രസംഗം നടത്തി. മുരളി ബേപ്പൂർ, KP ശ്രീജിത്ത്, P. അനൂപ്, A. മാനസി, KP സുഷമൻ, KP സുന്ദരൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഭാസ്കരൻ കോട്ടയ്ക്കൽ ആൻഡ് ടീം അവതരിപ്പിച്ച നാടൻ പാട്ടും ഇതൾ അംഗങ്ങളും കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര ഥാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹരിത ഭവനം പദ്ധതിയുടെ മോണിറ്ററിംഗ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മോണിറ്ററിംഗ് സമിതി അംഗങ്ങൾ വിവിധ ഭവനങ്ങൾ സന്ദർശിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകി. ഇതുവരെ പൂർത്തിയായ 11,500-ലേറെ ഹരിതഭവനങ്ങളിൽ മോണിറ്ററിംഗ് സമിതി അംഗങ്ങൾ സന്ദർശിച്ച് 3 പെട്ടികൾ വെച്ച് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും വിദ്യാർത്ഥികളോടും കുടുംബാംഗങ്ങളോടും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നതാണ് മോണിറ്ററിംഗിന്റെ രീതി. കോഴിക്കോട് നഗരത്തിലെ ഏതാനും ഹരിതഭവനങ്ങളിൽ ഹരിതഭവനം ഭാരവാഹികൾ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. വിദ്യാഭ്യാസ ഉപഡയറക്ടർ മനോജ് മണിയൂർ, പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ, നിറവ് ഡയറക്ടർ ബാബു പറമ്പത്ത്, ഹരിതഭവനം മോണിറ്ററിംഗ് സമിതി കോർഡിനേറ്റർ PK വികാസ്, സിറ്റി കോർഡിനേറ്റർ CR കാവ്യ തുടങ്ങിയവർ ഉൾപ്പെട്ട സംഘമാണ് സന്ദർശനം നടത്തിയത്. BM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ P ഫാത്തിമ സനയുടെ പണിക്കർ റോഡിലെ വീട്, NP അൻഷിതയുടെ തോപ്പിലെ വീട്, പരപ്പിൽ MMLP സ്കൂളിലെ KV ഷസാന്റെ ഇടിയങ്ങിര റോഡിലെ വീട്, റയാൻ യാനീസിന്റെ എണ്ണപ്പാടത്തെ വീട് എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. മാലിന്യ ശേഖരണത്തിനായി വീടുകളിൽ സൂക്ഷിച്ച പെട്ടികൾ പരിശോധിക്കുകയും മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനയ്ക്ക് നൽകുമ്പോൾ ലഭിക്കുന്ന യൂസർ ഫീ റസീറ്റുകൾ കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു. വരും ദിവസങ്ങളിലും വിദ്യാഭ്യാസ ജില്ലാ ഉപജില്ലാ തലങ്ങളിൽ ഹരിതഭവനം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഹരിതഭവനങ്ങൾ സന്ദർശിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫറോക്ക് നഗരസഭയിൽ കുട്ടികളുടെ ഹരിതസഭ നടത്തി. ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ E അനിതകുമാരി ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രദർശനവും സംഘടിപ്പിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനും ശാസ്ത്രീയ മാലിന്യ സംസ്കരണം സംബന്ധിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കാനും നഗരസഭയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഹരിതസഭ നടത്തി. മാലിന്യ സംസ്കരണ രംഗത്ത് നഗരസഭ നടത്തുന്ന പ്രവർത്തനങ്ങൾ വിവരിച്ച സഭയിൽ വിദ്യാർത്ഥികൾ ജനപ്രതിനിധികളോട് ചോദ്യങ്ങൾ ഉന്നയിച്ചു. സ്കൂളുകളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ വിശദീകരിച്ച പരിപാടി കുട്ടികൾ തന്നെ പാനൽ അംഗങ്ങളായി നിയന്ത്രിച്ചു. ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ E അനിതകുമാരി ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും നിങ്ങൾക്ക് സഭ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനും അതിനുള്ള വ്യക്തമായ മറുപടി കിട്ടാനുള്ള സ്ഥലമാണ് ഈ സഭകളുള്ളത്. അപ്പം നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുക. അതിന് തെറ്റ് കണ്ടാൽ പറയാനോ അത് നിങ്ങൾ വരുന്ന വഴിക്കുക. ഇവിടെ ഞാൻ വരുന്ന വഴിക്കുക ഈ ഫറോക്ക് മുനിസിപ്പാലിറ്റി ഇന്ന ഭാഗത്തേക്ക് കണ്ടിപ്പിടി കിടക്കുന്നുണ്ട്, എന്തുകൊണ്ട് അത് പൂർത്തിയാക്കുന്നില്ല, അതെന്തുകൊണ്ടെന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം. നിങ്ങളുടെ ചോദ്യം ഇവിടെ ഇരിക്കുന്ന ഓരോ ഭാഗം നന്നായി കൊടുക്കും. അതിന്റെ വ്യക്തമായ മറുപടി പറയുകയും ചെയ്യും. നഗരസഭാ അധ്യക്ഷൻ NC അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി KPM നവാസ് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലി. സ്ഥിരം സമിതി അധ്യക്ഷരായ KV അഷ്റഫ്, K കുമാരൻ, P ബൽക്കീസ്, EK താഹിറ, കൗൺസിലർമാരായ KTM മജീദ്, റൗമ പാറോൾ, ക്ലീൻ സിറ്റി മാനേജർ EK രാജീവ്, സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ V ഖാലിദ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ K ഷിഹാബ് എന്നിവർ പ്രസംഗിച്ചു. നൂതന മാലിന്യ സംസ്കരണ ഉപാധികൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ പ്രദർശനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നികുതികൾ വർദ്ധിപ്പിക്കാതെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന നിർദ്ദേശങ്ങൾ അടങ്ങിയ നിവേദനം ധനമന്ത്രിക്കും ബന്ധപ്പെട്ടവർക്കും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സമർപ്പിച്ചു. ഓൾ കേരള കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് C ചാക്കുണ്ണിയുടെ നേതൃത്വത്തിലായിരുന്നു നിവേദനം സമർപ്പിച്ചത്. ഓൾ കേരള കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം,
ഓൾ ഇന്ത്യ ഫ്രൂട്ട്സ് മർച്ചൻസ് അസോസിയേഷൻ, KVVS തിരുവനന്തപുരം, അസോസിയേഷൻ ഓഫ് ടൂറിസം ട്രേഡ് ഓർഗനൈസേഷൻ ഇന്ത്യ, റബ്ബർ ഡീലേഴ്സ് അസോസിയേഷൻ, കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് കേരള, ദി ഇന്ത്യൻ റബ്ബർ ഡീലേഴ്സ് ഫെഡറേഷൻ എന്നീ സംഘടനകളാണ് ധനകാര്യമന്ത്രിക്കും ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും സംസ്ഥാന GST കമ്മീഷണർക്കും നിവേദനം സമർപ്പിച്ചത്. നികുതികൾ വർദ്ധിപ്പിക്കാതെ നടപടിക്രമം ലളിതവൽക്കരിച്ച് കൂടുതൽ നികുതിദായകരെ രജിസ്റ്റർ ചെയ്യിക്കുക, നിയമങ്ങൾക്കും ലൈസൻസുകൾക്കും വിധേയമല്ലാത്ത ഓൺലൈൻ വ്യാപാരം, തെരുവ് കച്ചവടം, സീസൺ വ്യാപാരം, എക്സിബിഷൻ, വിൽപ്പനകൾ എന്നിവയ്ക്ക് നികുതികൾ ചുമത്തുക, കുടിശ്ശികകൾ സമയബന്ധിതമായി പിരിച്ചെടുക്കുക, സർക്കാർ പരിപാടികൾ ചിലവ് കുറച്ച് ലളിതമായ രീതിയിൽ നടത്തുക തുടങ്ങിയ 17 നിർദ്ദേശങ്ങളാണ് നിവേദനത്തിലൂടെ സമർപ്പിച്ചത്. ഓരോ സംഘടനകളുടെ അഭിപ്രായങ്ങൾ ബഹുമാനപ്പെട്ട ധനമന്ത്രിയെ അറിയിക്കാനും അത് നല്ല രീതിയിൽ എല്ലാ നിവേദനങ്ങളും വാങ്ങുകയും എൻ്റെ ടാക്സ് കമ്മീഷണർക്കും മറ്റെല്ലാവർക്കും എൻ്റെ പകർപ്പ് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഷവലിയാർ C. ചാക്കുണ്ണി, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി LR ജയരാജ്, റബ്ബർ ഡീലേഴ്സ് അസോസിയേഷൻ റഹ്മാൻ VM എന്നിവരാണ് അധികൃതർക്ക് നിവേദനം കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 38ാമത് ചിത്രാഞ്ജലി നഴ്സറി കലോത്സവത്തിന്റെ സംഘാടക സമിതി പ്രവർത്തനം തുടങ്ങി. മലബാർ പാലസിൽ ആരംഭിച്ച കമ്മിറ്റി ഓഫീസ് PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 38ാമത് ചിത്രാഞ്ജലി അഖില കേരള നഴ്സറി കലോത്സവത്തിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി ഓഫീസ് ഹോട്ടൽ മാനുവൽ സൺസ് മലബാർ പാലസിൽ ശ്രീ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ ഡോക്ടർ മൊയ്തു, ചിത്രാഞ്ജലിയുടെ ചീഫ് കോർഡിനേറ്റർ ശ്രീ P. രാധാകൃഷ്ണൻ IRS, മാനുവൽ സൺസ് മലബാർ പാലസ് ഹോട്ടൽ ഡയറക്ടർ ശ്രീ മാനുവൽ ആന്റണി, മുൻ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ ശ്രീമതി സത്യഭാമ, അഡ്വക്കേറ്റ് M. രാജൻ, കോഴിക്കോട് പ്രസ് ക്ലബ് പ്രസിഡന്റ് ശ്രീ EP മുഹമ്മദ് എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് നടന്ന ഓർഗനൈസിംഗ് കമ്മിറ്റി യോഗത്തിൽ സംഘടനയുടെ സെക്രട്ടറി ത്രിദീപ് കുമാർ സ്വാഗതവും പ്രവർത്തന അവലോകനം പ്രസിഡന്റ് ശ്രീ KN നൌഷാദും ട്രഷറർ ശ്രീ TC ബസന്തും നടത്തി. PRO ശ്രീ അനീഷ് നന്ദി പറഞ്ഞു. ഇപ്രാവശ്യത്തെ കലോത്സവത്തിന്റെ പ്രധാന മാറ്റമായ ഓൺലൈൻ രജിസ്ട്രേഷനെ കുറിച്ചുള്ള വിശദീകരണം മീഡിയ കോർഡിനേറ്റർ ശ്രീ ബൈജു കക്കോത്ത് നടത്തി. കലോത്സവത്തിൽ പങ്കെടുക്കുവാൻ തയ്യാറായ സ്കൂളുകൾ www.chitranjali.net എന്ന സംഘടനയുടെ വെബ്സൈറ്റിൽ കയറി സൈൻ അപ്പ് ചെയ്യേണ്ടതാണ്. സ്കൂളുകൾക്ക് വളരെ എളുപ്പത്തിൽ കുട്ടികളുടെ പേരും മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന മത്സരങ്ങളും രജിസ്റ്റർ ചെയ്യാവുന്ന രീതിയിലാണ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കൈത്താങ് ഒഴലക്കുന്ന് പ്രവാസി കൂട്ടായ്മ മുതിർന്ന പൗരന്മാർക്കായി ഒരുക്കിയ വിനോദയാത്ര ശ്രദ്ധേയമായി. കാപ്പാട് ബീച്ച്, അകലാപ്പുഴ എന്നിവിടങ്ങളിലാണ് സന്ദർശിച്ചത്. കിഴക്കോത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി ദത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. 2 വർഷം കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായി മാറിയ കൈത്താങ് ഒഴലക്കുന്ന് എന്ന പ്രവാസി കൂട്ടായ്മ ജീവിത സായാഹ്നത്തിലെത്തിയ പ്രദേശത്തെ 60ഓളം ആളുകൾക്ക് വിനോദയാത്രയൊരുക്കി. യാത്ര കിഴക്കോത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് K. സാജിദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ചരിത്ര പ്രാധാന്യവും മനോഹാരിതയും ഒത്തിണങ്ങിയ കാപ്പാട് ബീച്ച് സന്ദർശനവും പ്രകൃതിയുടെ വരദാനമായ അകലാപ്പുഴ ഹൗസ് ബോട്ടിൽ ചിലവഴിച്ച മണിക്കൂറുകളും ജീവിത സായാഹ്നത്തിലെത്തിയ ആളുകൾക്കൊരു വേറിട്ട അനുഭവമായി മാറി.
വയോധികർ പ്രായത്തിന്റെ അവശതകൾ മറന്ന് വിവിധ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചു. കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവർക്ക് സംഘാടകർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൈത്താങ് ഒഴലക്കുന്ന് പ്രസിഡന്റ് OK മുഹമ്മദ് അലി, സെക്രട്ടറി PP അസീസ്, ട്രഷറർ CK സൈനുദ്ദീൻ, PV മുഹമ്മദ് ഹാജി, KM സലീം, AT അഷ്റഫ് മാസ്റ്റർ, OK മജീദ്, KM ഷമീർ, CK സുബൈർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സതീഷ് കുറ്റിയിൽ മെമ്മോറിയൽ സാമൂഹിക സേവന പുരസ്കാരം അഡ്വക്കേറ്റ് VK സജീവന്. ജനുവരിയിൽ കോഴിക്കോട്ട് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കുമെന്ന് അവാർഡ് ജൂറി അറിയിച്ചു. പൊതുപ്രവർത്തകൻ, സിനിമാ നിർമ്മാതാവ്, സംവിധായകൻ, സംരംഭകൻ, SNDP യോഗം സിറ്റി യൂണിയൻ സെക്രട്ടറി, BDJS കോഴിക്കോട് ജില്ലാ ട്രഷറർ എന്നീ നിലകളിൽ സാമൂഹ്യ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ദിവംഗതനായ സതീഷ് കുറ്റിയിലിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തുന്ന അവാർഡിന് അഡ്വക്കേറ്റ് VK സജീവൻ അർഹനായി. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ്. സാമൂഹിക മേഖലയിൽ തുടർച്ചയായി ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് VK സജീവൻ തന്റെ നേതൃത്വത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം ഫൗണ്ടേഷൻ എന്ന NGO ആരംഭിച്ച് വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ വടകര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭാരതീയം സേവാ ട്രസ്റ്റ് ചെയർമാൻ കൂടിയാണ്. അടുത്ത മാസം കോഴിക്കോട് വെച്ച് നടത്തുന്ന ചടങ്ങിൽ അവാർഡ് കൈമാറും. വാർത്താ സമ്മേളനത്തിൽ അവാർഡ് ജൂറി കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ KT ജയശങ്കർ, ജൂറി അംഗങ്ങളായ ഡോക്ടർ C ശ്രീകുമാർ, KM ബഷീർ, TK സുധാകരൻ, കോർഡിനേറ്റർ മഞ്ജു ഹരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ശ്രീ കരുവൻകാവ് ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു. കർപ്പൂരാഴി ഘോഷയാത്രയിൽ നിരവധി അയ്യപ്പ ഭക്തർ പങ്കെടുത്തു. ശ്രീ കരുവൻകാവ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രം ശാന്തി അടാട്ടില്ലത്ത് സുരേന്ദ്രൻ നമ്പൂതിരിയുടെയും നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. അഭിഷേകങ്ങളും പൂജകളും മഹാഗണപതി ഹോമവും ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. ആധ്യാത്മിക പ്രഭാഷണത്തിന് ഭാഗവത സപ്താഹ ആചാര്യൻ KP രാമചന്ദ്രൻ നേതൃത്വം നൽകി. ശരണമന്ത്രം മുഴങ്ങിയ കർപ്പൂരാഴി ഘോഷയാത്ര ഭക്തി നിർഭരമായി. വാദ്യകലാകാരന്മാരുടെ നേതൃത്വത്തിൽ തായമ്പകയും കേളികയും അരങ്ങേറി. വിളക്കെഴുന്നള്ളിപ്പിനു ശേഷം നാളികേരമേറും നടന്നു. ഭക്തർക്കായി പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. അഡ്വാൻസ്ഡ് മെഡിക്കൽ സ്റ്റിമുലേഷൻ സെന്റർ കോഴിക്കോട്ട് പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് ആസ്റ്റർ മിംസിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സജ്ജീകരിച്ച കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആസ്റ്റർ DM ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ നിർവഹിച്ചു. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച ഉപകരണങ്ങളുടെയും സഹായത്തോടെ ഏതൊരു അടിയന്തര ഘട്ടങ്ങളെയും ശാസ്ത്രീയമായി നേരിടാൻ ആവശ്യമായ മെഡിക്കൽ പരിശീലനമാണ് ഈ കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാകുക. പൊതുജനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും ആവശ്യമായ മുഴുവൻ പരിശീലനവും നൽകാൻ പ്രാപ്തമായതും എല്ലാവിധ സൗകര്യങ്ങളോടും ആധുനിക ഉപകരണങ്ങളിലൂടെയുമുള്ള പരിശീലനം മെഡിക്കൽ അടിയന്തരാവസ്ഥ മൂലം കൂടിവരുന്ന മരണനിരക്ക് കുറയ്ക്കാൻ സഹായകരമാകുമെന്ന് ഡോക്ടർ ആസാദ് മൂപ്പൻ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. വലിയ ഒരു അങ്ങേ തലത്തിൽ തന്നെ നമ്മുടെ we have reached a situation, it is not that it's going to the next level. We have so many things which are going to ahead, not in MIMS as well as like MedCity as well as many places as well as in other places. So all this has happened over the years. So one thing which I know is that you are the people who have all teach 20 years back. You are the people who were there when we started there. I must really appreciate what they done. There are people who might have come earlier, like Dr. Hamza and Bashir and everybody initially started there. പരിപാടിയിൽ മിംസ് ഹോസ്പിറ്റൽ ഡയറക്ടർമാരായ ഡോക്ടർ PM ഹംസ, ബഷീർ U, CMS ഡോക്ടർ എബ്രഹാം മാമൻ, എമർജൻസി വിഭാഗം ഡയറക്ടർ ഡോക്ടർ വേണുഗോപാലൻ PP, COO ലുക്കുമാൻ പൊന്മാടത്ത്, HR മാനേജർ ബ്രിജു മോഹൻ, ഡോക്ടർ പ്രതിഭ,
ചീഫ് നഴ്സിംഗ് ഓഫീസർ ലീലാമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാർത്ഥികൾ നല്ല മനുഷ്യരായി വളരാൻ ക്ലാസിന് പുറത്തുള്ള അനുഭവജ്ഞാനങ്ങൾ കൂടി അനിവാര്യമെന്ന് മന്ത്രി സജി ചെറിയാൻ. കേരളത്തിൽ അക്യൂപങ്ചർ കൗൺസിൽ നടപ്പാക്കുന്നത് ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് അഹമ്മദ് ദേവർകോവിൽ MLA. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ UA ഖാദറിന്റെ 4ാം ചരമവാർഷികാചരണ പരിപാടികൾ ഡിസംബർ 12 കോഴിക്കോട്ട്. അമിതമായ വിദേശ പഠനത്തോടുള്ള ഭ്രമം കേരളത്തിലെ സർവകലാശാലകളെ തളർത്തുമെന്ന് സാഹിത്യകാരൻ ഗോപി പുതുക്കോട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.